ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു സീരിയൽ കില്ലറുടെ സ്റ്റോറിയാണ്. സ്നോ ഹോളോ എന്ന ഗ്രാമത്തിലെ ചെറുപ്പക്കാരെ ആരോ തിരഞ്ഞു പിടിച്ച് കൊല്ലുകയാണ്. എന്നാൽ ആ കൊല്ലുന്നത് മനുഷ്യനാണോ അതോ മറ്റെന്തെങ്കിലും ശക്തിയാണോ എന്ന് പോലീസുകാർക്ക് കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് പോകാം. ഇതാണ് അമേരിക്കയിലെ മനോഹരമായ സ്നോ ഹോളോ ഗ്രാമം. വളരെ കുറച്ച് ആളുകൾ മാത്രം സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും താമസിക്കുന്ന സ്ഥലമാണ് സ്നോ ഹോളോ. അങ്ങനെ ഒരു ദിവസം അടുത്തിടെ കല്യാണം കഴിഞ്ഞ ഒരു കപ്പിൾ അവരുടെ ഹണിമൂൺ ആഘോഷിക്കാനായി സ്നോ ഹോളോയിലേക്ക് വരികയാണ്. അന്ന് വൈകിട്ട് അവർ ഡിന്നർ കഴിക്കാനായി സ്നോ ഹോളോയിലെ തന്നെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വരും. അങ്ങനെ അവർ സമാധാനത്തോടു കൂടി ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരുത്തൻ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങും. എന്നാൽ ദേഷ്യക്കാരനായ ഭർത്താവ് റിച്ചാർഡ്, നിനക്ക് ശബ്ദമൊന്ന് താഴ്ത്തിക്കൂടെ, ഞങ്ങളിവിടെ മനസമാധാനമായി ഇരുന്ന് ആഹാരം കഴിക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കും. അങ്ങനെ അവർ തമ്മിൽ ചെറിയ വാക്കുതർക്കമാകുമ്പോഴേക്കും ഭാര്യ നാൻസി പറയും, നിങ്ങളത് വിട്ടേക്ക്, അവരൊക്കെ ബാഡ് പീപ്പിളാണ്, നമുക്ക് ഉടനെ തന്നെ ഇവിടെ നിന്ന് പോകാമെന്നും പറഞ്ഞ് അവർ രണ്ടുപേരും അപ്പോൾ തന്നെ അവരുടെ കോട്ടേജിലേക്ക് പോകും. കോട്ടേജിലെത്തി പൂളിൽ ഇറങ്ങിയ ശേഷവും റിച്ചാർഡിന് അവന്മാരോടുള്ള ദേഷ്യം തീർന്നില്ല. എന്നാൽ നാൻസി അപ്പോഴേക്കും വന്ന് പറയും, വിട് ഹണി, നമുക്ക് സന്തോഷത്തോടെ ഇരുന്നാൽ പോരെ എന്നും പറഞ്ഞ് അവനെ വന്ന് അവൾ കിസ് ചെയ്യും. അത് കഴിഞ്ഞ് പൂളിലെ തണുപ്പ് മാറ്റാനായി ബാത്റൂമിൽ വന്ന് ഹോട്ട് വാട്ടറിൽ കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പുറത്ത് അവൻ്റെ ഭാര്യയുടെ കരച്ചിൽ കേൾക്കുന്നത്. അവൻ ഉടനെ തന്നെ പുറത്തേക്ക് ഓടി വന്ന് നോക്കുമ്പോഴാണ് അവൻ്റെ ഭാര്യ ബ്രൂട്ടലായി കൊല്ലപ്പെട്ട് കിടക്കുന്നത് കാണുന്നത്. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു വോൾഫിൻ്റെ കാൽപ്പാടും ഉണ്ടായിരുന്നു. ഈ കേസ് അന്വേഷിക്കാനായി വരുന്നത് നമ്മുടെ കഥയിലെ ഹീറോ ആയ ഇൻസ്പെക്ടർ ജോൺ മാർഷലാണ്. ജോൺ ഒരു മകളാണുള്ളത്. അടുത്തിടെ ജോൺ തൻ്റെ ഭാര്യയുമായി ഡിവോഴ്സ് ആയതിനു ശേഷം മദ്യപാനിയായ ജോൺ ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് പോയി മദ്യപാനം നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ. അടുത്ത ദിവസം രാവിലെ തന്നെ സ്നോ ഹോളോയിലെ ഈ ബ്രൂട്ടൽ കൊലപാതകം അറിഞ്ഞ് പോലീസ് മേധാവി സ്റ്റീവ് മാർഷൽ അങ്ങോട്ടേക്ക് വരികയാണ്. കൊല്ലപ്പെട്ട നാൻസിയുടെ ബോഡി പാർട്സ് ഒക്കെ കഷ്ണങ്ങളായാണ് അവർക്ക് കിട്ടിയത്. ഡോക്ടർ എക്സാമിൻ ചെയ്ത ശേഷം പോലീസിനോട് പറയും, ഈ ക്രൈം സീൻ കണ്ടിട്ട് കാട്ടുചെന്നായോ മറ്റോ ആണ് ഈ പെൺകുട്ടിയെ കൊന്നതെന്ന് തോന്നുന്നു. പോലീസ് മേധാവി സ്റ്റീവ് മാർഷൽ തൻ്റെ കൊളീഗ്സിനോട് പറയും, എൻ്റെ കുറ്റാന്വേഷണ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയധികം ബ്രൂട്ടലായ കേസ് കാണുന്നതെന്ന്. പോലീസുകാർക്കിടയിൽ വരെ സംശയമാകും, ഇത് ചെയ്തത് മനുഷ്യനാണോ അതോ വെയർവുൾഫാണോ എന്ന്. നമ്മുടെ ഹീറോ ആയ ജോൺ മാർഷലിൻ്റെ അച്ഛനായിരുന്നു പോലീസ് മേധാവിയായ സ്റ്റീവ് മാർഷൽ. അച്ഛൻ പേടിക്കേണ്ട, എന്തായാലും ഈ കേസ് ഞാൻ തെളിയിക്കുമെന്നും പറഞ്ഞ് ജോൺ അച്ഛനെ അവിടെ നിന്ന് പറഞ്ഞയക്കും. എന്നാൽ അടുത്ത ദിവസം രാവിലെ ജോണും അച്ഛനും കൂടി പോലീസ് ഓഫീസിലേക്ക് വരുമ്പോൾ തന്നെ ന്യൂസ് റിപ്പോർട്ടേഴ്സ് വന്ന് അവൻ്റെ അച്ഛനോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കും. പാവം, ഹെൽത്ത് വളരെ മോശമായിരുന്ന അവൻ്റെ അച്ഛന് ആ കേസ് ഒരു തലവേദനയായി മാറും. മോനെ, നീ എങ്ങനെയെങ്കിലും ഈ കേസ് തെളിയിക്കണം, അല്ലെങ്കിൽ അച്ഛന് മനസ്സമാധാനം കിട്ടില്ല എന്ന് സ്റ്റീവ് ജോണിനോട് പറയും. എന്നാൽ അന്ന് ഉച്ചയ്ക്ക് പോലീസുകാരിയായ സ്റ്റെഫി അന്ന് റെസ്റ്റോറൻറ്റിൽ വെച്ചുണ്ടായ ഇഷ്യൂ അന്വേഷിച്ച് ആ റെസ്റ്റോറൻറ്റിൽ പ്രശ്നമുണ്ടാക്കിയവരുടെ ഫോണൊക്കെ ചെക്ക് ചെയ്യും. എന്നാൽ അവരുടെ ഫോൺ ചെക്ക് ചെയ്യുമ്പോഴും യാതൊന്നും തന്നെ അവൾക്ക് സസ്പീഷ്യസ് ആയി തോന്നില്ല. എന്നാൽ ഈ കേസ് സ്നോ ഹോളോ ഗ്രാമം മുഴുവൻ പിടിച്ചു കുലുക്കി. ന്യൂസിലൊക്കെ വലിയ റിപ്പോർട്ടായി. പോലീസിൻ്റെ വീഴ്ചയെപ്പറ്റിയും ആളുകൾ സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ അടുത്ത ദിവസം വൈകിട്ട് ഈ കേസിനെ പറ്റി കാഷ്വലായി സംസാരിച്ച ജോണിൻ്റെ കൂട്ടുകാർ പറയും, നമുക്ക് ഈ കേസ് വിടാം, ഈ കേസ് വല്ല FBI അന്വേഷിച്ച് തെളിയിക്കട്ടെ, നമ്മൾ എന്തിനാണ് ഇതിൻ്റെയൊക്കെ പിറകെ നടക്കുന്നത്, എനിക്ക് തോന്നുന്നത് ഇതിന് പിന്നിൽ മനുഷ്യനല്ല വേറെന്തോ ശക്തിയാണെന്ന്. ജോൺ അവരോട് ചോദിക്കും, നിങ്ങളെന്താ വെയർവുൾഫാണ് ഇതിൻ്റെ പിന്നിലെന്നാണോ പറയുന്നത്? ഓരോ മണ്ടത്തരം പറയാതെ, ഇതിന് പിന്നിൽ മനുഷ്യന്മാർ തന്നെയാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഈ കേസ് ഞാൻ ഒറ്റയ്ക്ക് തെളിയിച്ചോളാമെന്ന് ജോൺ അവരോട് പറയും. എന്നാൽ ഇതേ സമയത്ത് സ്നോ ഹോളോ ഗ്രാമത്തിലെ കുട്ടികളെ ഐസ് സ്കേറ്റിംഗ് പഠിപ്പിക്കുന്ന ലേഡിയാണ് ക്യാതി. അവൾ എന്നത്തെയും പോലെ തൻ്റെ കുട്ടികളെ ഐസ് സ്കേറ്റിംഗ് പഠിപ്പിച്ച ശേഷം റെസ്റ്റോറൻറ്റിലേക്ക് വന്ന് ഫുഡ് കഴിക്കുമ്പോൾ അവളെ ആരോ അൺവാണ്ടഡായി നോക്കും. എന്നാൽ ആ നോട്ടം അവൾക്ക് അത്ര ഇഷ്ടമാകില്ല. എന്നാൽ അവിടെ നിന്ന് വീട്ടിലേക്ക് എത്തിയ ക്യാതി പതിവിൽ നിന്ന് വിപരീതമായി രാത്രി ഐസ് സ്കേറ്റിങ്ങിന് പോകാനായി ഒരുങ്ങുകയാണ്. പോകുന്നതിന് തൊട്ട് മുൻപായി തൻ്റെ മകളോട് വന്ന് താൻ ഐസ് സ്കേറ്റിങ്ങിന് പോവുകയാണെന്ന് പറയും. അങ്ങനെ അവൾ തൻ്റെ സ്കേറ്റിംഗ് ബോർഡും എടുത്ത് മലയടിവാരത്തിലേക്ക് വരികയാണ്. അവിടെ എത്തിയ ശേഷം തൻ്റെ ഡ്രസ്സെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഏതോ ഒരു കാട്ടുജീവിയുടെ മുരൾച്ച കേൾക്കുന്നത്. വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ അവൾ ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് പോയി നോക്കും. എന്നാൽ പെട്ടെന്നാണ് ഒരു വെയർവൂൾഫ് അവളുടെ നേരെ ഇരച്ചുകൊണ്ട് വന്നത്. അവൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ വൂൾഫ് അവളുടെ ദേഹത്തേക്ക് ചാടി വീണ് അവളുടെ കൈ കടിച്ചു മുറിക്കും. അതിനുശേഷം അവളെ പച്ചയ്ക്ക് അത് കടിച്ചു തിന്നും. എന്നാൽ ഇതേ സമയം ജോണിൻ്റെ മകൾ ഓറിനും അവളുടെ കൂട്ടുകാരി നിമ്മിയും ജോണിനോട് പറയും, നിങ്ങളൊരു അച്ഛനാണോ? നിങ്ങൾ എന്താ നിങ്ങളുടെ മകൾ ഓറിൻ്റെ ഇഷ്ടങ്ങൾക്കൊന്നും കൂട്ടുനിൽക്കാത്തത്? ഈ വർഷം കൂടി കഴിഞ്ഞാൽ അവളുടെ സ്കൂളിലെ പഠിത്തം കഴിയും. അതിനുശേഷം ജിംനാസ്റ്റിക് പഠിക്കാനായി അവൾക്ക് ജിംനാസ്റ്റിക് കോളേജിൽ ചേരാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയും. അപ്പോഴേക്കും ഒരു പോലീസുകാരൻ കിതച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്ന് പറയും, സർ, അടുത്ത ഒരാൾ കൂടി കൊല ചെയ്യപ്പെട്ടു എന്ന്. ജോൺ ഉടനെ തന്നെ ആ കൊലപാതകം നടന്ന സ്ഥലത്തേക്ക് ചെല്ലും. അതും വളരെ ബ്രൂട്ടലായുള്ള ഒരു കൊലപാതകമായിരുന്നു. അപ്പോഴേക്കും ന്യൂസ് റിപ്പോർട്ടേഴ്സ് അവരുടെ വാനുമായി അങ്ങോട്ടേക്ക് വന്ന് പോലീസുകാർ ഒന്നും തന്നെ അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കും. കൊളീഗായ സ്റ്റെഫി അവനോട് പറയും,
ഇവിടെയും ഒരു വെയർവൂൾഫിൻ്റെ ഫുട്പ്രിൻറ്റ് കണ്ടു. ഇതും ചെയ്തത് ഒരുപക്ഷെ വൂൾഫായിരിക്കുമെന്ന്. നിങ്ങളൊക്കെ എന്ത് മണ്ടത്തരമാണ് പറയുന്നത്? ഇതിനെല്ലാം പിന്നിൽ ആരോ ഒരാളുണ്ട് എന്ന് ജോൺ അവരോട് പറയും. അങ്ങനെ കൊല്ലപ്പെട്ട കാദിയുടെ ശവസംസ്കാരത്തിന് ഇരിക്കുമ്പോഴും തനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തതിൽ ജോണിന് നല്ല വിഷമമുണ്ടായിരുന്നു. ജോണിനോട് അവിടെ വെച്ച് കാദിയുടെ ഹസ്ബൻഡ് നീയൊക്കെ എന്തിനാടാ പോലീസെന്നും പറഞ്ഞ് നടക്കുന്നതെന്നും പറഞ്ഞ് ദേഷ്യപ്പെടാൻ തുടങ്ങും. രണ്ടാമതൊരാൾ കൂടി മരിച്ചതോടുകൂടി പോലീസുകാർ യാതൊന്നും അന്വേഷിക്കുന്നില്ല എന്നും പറഞ്ഞ് കണ്ടിന്യൂസ് ന്യൂസിൽ വാർത്ത വരാൻ തുടങ്ങും. എന്നാൽ കേസന്വേഷണത്തിൽ ഒരു പുരോഗതിയും ഇല്ലാത്തത് ജോണിന് സഹിക്കാൻ കഴിഞ്ഞില്ല. വീട്ടിലെത്തി അവൻ വീണ്ടും മദ്യപാനിയാവാൻ തുടങ്ങും. എന്നാൽ അടുത്ത ദിവസം പോലീസുകാരുടെ മീറ്റിങ്ങിൽ എല്ലാവരും പറയും ഇതിന് പിന്നിൽ വെയർവൂൾഫോ മറ്റോ എന്തോ ആണ്, എന്തായാലും ഇത് FBI അന്വേഷിക്കട്ടെ, നമുക്ക് ഈ കേസ് വിടാമെന്ന്. എന്നാൽ ജോൺ മാത്രം പറഞ്ഞു ഇതിന് പിന്നിൽ മറ്റാരുമല്ല, ഏതോ ഒരു മനുഷ്യൻ തന്നെയാണ്, ചിലപ്പോൾ ഒരു സൈക്കോ കില്ലർ ആയിരിക്കാമെന്ന്. എന്നാൽ മീറ്റിംഗ് കഴിഞ്ഞ് പോകാൻ നേരം ജോൺ അടുത്തേക്ക് വരുമ്പോൾ അവൻ്റെ അച്ഛന് മനസ്സിലാകും ജോൺ മദ്യപിച്ചിട്ടുണ്ട് എന്ന്. നീ വീണ്ടും മദ്യപാനം തുടങ്ങിയല്ലേ എന്ന് വിഷമത്തോടു കൂടി അയാൾ അവനോട് ചോദിക്കും. എന്നാൽ ജോണിൻ്റെ കൊളീഗ്സ് എല്ലാം ഇതിന് പിന്നിൽ വെയർവൂൾഫ് ആണെന്ന് വിചാരിച്ചപ്പോൾ അവൻ്റെ കൂട്ടുകാരിയായ സ്റ്റെഫി മാത്രം ജോൺ പറയുന്നതിൽ എന്തോ ഒരു കാര്യമുണ്ടെന്ന് മനസ്സിലാക്കി. എന്നാൽ അന്ന് ഈവനിങ് ഡ്യൂട്ടി കഴിഞ്ഞ് തൻ്റെ മകൾ ഓറിൻ്റെ അടുത്തേക്ക് വന്ന ജോൺ പറയും നീ എന്നോട് ക്ഷമിക്കണം, നിൻ്റെ എല്ലാ കാര്യങ്ങളും തിരക്കാൻ എനിക്കിപ്പോൾ സമയമില്ല, അത്രയധികം അച്ഛന് ഡ്യൂട്ടി തിരക്കുണ്ട്. പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം, ഇനി ഒരിക്കലും ഈവനിങ് ടൈമിൽ വീടിന് പുറത്ത് പോകാൻ പാടില്ല, അത്രയധികം ഡേഞ്ചറസ് ആണ് പുറത്തെ സിറ്റുവേഷൻ എന്ന് പറയും. എന്നാൽ അവൾ പറയും അല്ലെങ്കിലും അച്ഛനെ എൻ്റെ കാര്യത്തിലൊന്നും തിരക്കാൻ സമയമില്ലല്ലോ എന്ന്. അച്ഛനും മകളുമായി അത്ര നല്ല റിലേഷനിലൊന്നുമല്ല കുറച്ചു കാലമായി. അങ്ങനെ അടുത്ത ദിവസമായി കേസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ജോണും സ്റ്റെഫിയും കാറിൽ വരികയാണ്. ആരായിരിക്കും ഇതിന് പിന്നിലെന്നൊക്കെ ആലോചിച്ച് രണ്ടുപേരും ടെൻഷനായിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവരുടെ കാറിന് നേരെ ആരോ ഒരാൾ കല്ലെറിയുന്നത്. അവർ വണ്ടി നിർത്തി ചുറ്റും നോക്കുമെങ്കിലും അവിടെ എങ്ങും തന്നെ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ അന്ന് ഈവനിങ് മലയടിവാരത്ത് നിന്നും ഒരു വേട്ടപ്പട്ടി ഒരു പഴയ RV വാനിലേക്ക് നടന്നു കയറുകയാണ്. ആ വാനിനുള്ളിൽ വളരെ ബിൽഡായ ഒരാൾ ഡ്രഗ് അഡിക്റ്റ് ചെയ്യുകയാണ്. എന്നാൽ ഇതേ സമയം TV ന്യൂസിൽ എപ്പോഴും സ്നോഹോളയുടെ മർഡറിനെ പറ്റിയുള്ള വാർത്തകളായിരുന്നു. എന്നാൽ ജോണും സ്റ്റെഫിയും കൂടി ആദ്യം കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ ഭർത്താവിനെ കാണാനായി വരികയാണ്. എന്നാൽ അവൻ അവരോട് ചോദിക്കും നിങ്ങളെന്താ എന്നെ പ്രതി ചേർക്കാനാണോ വരുന്നതെന്ന്? നിങ്ങൾ യഥാർത്ഥ പ്രതിയുടെ പിന്നാലെ പോകാതെ എൻ്റെ പിറകെ നടന്നിട്ട് ഒരു കാര്യവുമില്ല, നിങ്ങൾ അവനെയാണ് പിടിക്കേണ്ടത്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. എന്നിട്ട് അവൻ തൻ്റെ സ്വന്തം അമ്മയെ കെട്ടിപ്പിടിച്ച് കരയും. എന്നാൽ അവൻ പോകാൻ നേരം ജോണിനോട് പറയും നിങ്ങളുടെ കയ്യിൽ ആ കൊലപാതകയെ കിട്ടിയാൽ നിയമത്തിന് വിട്ടുകൊടുക്കരുത്, അവനെ വെടിവെച്ച് കൊല്ലണമെന്ന്. എന്നാൽ അടുത്ത ദിവസം ക്ലാര എന്ന പെൺകുട്ടി തൻ്റെ മകനോടൊപ്പം റെസ്റ്റോറൻറ്റിലിരിക്കുമ്പോൾ ഒരാൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന് ഞാൻ ഈ കസേരയിൽ ഇരുന്നോട്ടെ എന്ന് ചോദിക്കും. അതിനെന്താ നിങ്ങൾ ഇവിടെ ഇരുന്നോളോ എന്ന് അവൾ ചിരിച്ചുകൊണ്ട് പറയും. എന്നാൽ അവളുടെ അടുത്തിരിക്കുന്ന അയാൾ അവളോട് അൺകംഫർട്ടബിളായി കുറേയധികം ക്വസ്റ്റ്യൻ ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ തന്നെ അവൾക്ക് മനസ്സിലാകും അതാ കൊലപാതകയാണെന്ന്. അവൾ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് ജോണിനോടും സ്റ്റെഫിയോടും കാര്യം പറയും. സാധാരണ ആളുകളിൽ നിന്നും വളരെയധികം ഉയരമുണ്ടായിരുന്ന ഒരാളാണ്, അയാളുടെ ഫിസിക്കൊക്കെ വളരെ ബിൽറ്റാണെന്ന് അവൾ പറയും. എന്നാൽ അവൾ പോയതിനു ശേഷം വേറെയും കുറേ ആളുകൾ വന്ന് നല്ല ഉയരമുള്ള ഒരാൾ ഞങ്ങളെ ഫോളോ ചെയ്തു, ആ മർഡറർ ആണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വരും. ഇതെല്ലാം തന്നെ ജോൺ കൃത്യമായി എഴുതിയെടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തങ്ങളെ ഫോളോ ചെയ്തവരുടെ മൊഴിയെല്ലാം രേഖപ്പെടുത്തിയ ശേഷം ജോൺ ക്ലാരയോട് പറയും നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ധൈര്യമായി വീട്ടിലേക്ക് പൊയ്ക്കോളൂ, ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരാമെന്ന്. കേസിനെ പറ്റി പറയാനായി ജോൺ തൻ്റെ അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ അച്ഛനെ ചികിത്സിക്കാനായി ഒരു ഡോക്ടർ വന്നിരിക്കുകയാണ്. ഡോക്ടർ ജോണിനോട് പറയും നിൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിലൊന്നും വരില്ല, സ്വയം ചികിത്സയാണ് നടത്തുന്നതെന്ന്. അച്ഛൻ എന്താ ഡോക്ടറെ കാണാൻ പോകാത്തതെന്ന് പറഞ്ഞ് ജോൺ അച്ഛനോട് ഷൗട്ട് ചെയ്യുമ്പോൾ എനിക്കിനി അധികകാലമൊന്നും ഈ ഭൂമിയിലില്ല, അതിനു മുൻപ് നീ എങ്ങനെയെങ്കിലും ഈ കേസ് തെളിയിക്കണം, അല്ലാതെ അച്ഛന് മനസ്സമാധാനം കിട്ടില്ല മോനെ എന്ന് സ്റ്റീവ് മോനോട് പറയും. എന്നാൽ അന്ന് രാത്രി പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് പോകുകയായിരുന്ന ക്ലാരയുടെ വണ്ടിയുടെ മുന്നിൽ എന്തോ ഒരു ജീവി ചത്തുകിടക്കും. അവൾ ലൈറ്റും എടുത്ത് പുറത്തേക്ക് പോകുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ മുന്നിലേക്ക് ഒരു ജീവി ചാടി വീഴുന്നത്. അവൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണെടുത്ത് വെടിവെക്കുമെങ്കിലും ആ വെയർവൂൾഫ് അവളെ കടിച്ചു തിന്നും. ആ ഒരു കൊലപാതകങ്ങൾ കൂടിയായപ്പോൾ ജോണിൻ്റെ കൺട്രോൾ ആകെപ്പാടെ പോയി. ജോൺ ഒരു മുഴുകുടിയനായി മാറി. അവിടെ നിന്ന് നേരെ ക്രൈം സീനിലേക്ക് വരുന്ന ജോൺ തൻ്റെ കൊളീഗിനോട് പറയും ദാ ഈ നോക്ക്, ഈ മാനിൻ്റെ ഇത്രയും ഭാഗത്തെ സ്കിൻ ആരോ കട്ട് ചെയ്ത് കൊണ്ടുപോയി, മിക്കവാറും ഫിംഗർ പ്രിൻ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അവൻ ഇതായിരിക്കും ഗ്ലൗസ് ആയി ഉപയോഗിച്ചതെന്ന് പറയും. എന്നാൽ അതൊന്നും വിശ്വസിക്കാൻ അവൻ്റെ കൊളീഗ് തയ്യാറായില്ല. എന്നാൽ അന്ന് ഈവനിങ്ങും നന്നായി മദ്യം കഴിച്ച് ബോധമില്ലാതെയാണ് ജോൺ വീട്ടിലേക്ക് വരുന്നത്. ജോണെ കാത്തിരുന്ന് അവൻ്റെ മോളും ഉറങ്ങിപ്പോയി. മോളെ എടുത്ത് ബെഡിൽ കൊണ്ടുവന്ന ശേഷം അടുക്കളയിലേക്ക് വന്ന് അവിടെ ഉണ്ടായിരുന്ന മദ്യമെല്ലാം എടുത്ത് കുടിച്ച് ബോധമില്ലാതെ അവൻ അടുക്കളയിൽ തന്നെ വീണ് കിടന്നുറങ്ങും. എന്നാൽ ഇതേ സമയം കൊല്ലപ്പെട്ടു പോയ ക്ലാരയുടെ തല മാത്രമേ പോലീസുകാർക്ക് കിട്ടിയിരുന്നുള്ളൂ. അവളുടെ ബാക്കി ഭാഗം ഒരു ഡ്രഗ് അഡിക്റ്റ് കത്തിച്ച് കളയുകയാണ്. എന്നാൽ അവൻ്റെ കയ്യിൽ ഒരു വെയർവൂൾഫിൻ്റെ ടാറ്റുവും ഉണ്ടായിരുന്നു. എന്നാൽ അടുത്ത ദിവസം രാവിലെ തന്നെ ജോൺ അടുത്തുള്ള ലൈബ്രറിയിലേക്ക് പോയി വെയർവൂൾഫിനെ പറ്റിയുള്ള ബുക്ക് എടുത്ത് വായിക്കാൻ തുടങ്ങും. എന്നാൽ അന്ന് ഈവനിങ് ജോണും സ്റ്റെഫിയും തമ്മിൽ സംസാരിക്കുമ്പോൾ സ്റ്റെഫി ജോണിനോട് പറയും ഈ കൊലപാതകങ്ങളെല്ലാം നടന്നിരിക്കുന്നത് പൂർണ്ണചന്ദ്രനുള്ള രാത്രിയാണ്, അടുത്ത പൂർണ്ണചന്ദ്രനുള്ള രാത്രിയായിരിക്കും അടുത്ത കൊലപാതകവും നടക്കാൻ പോകുന്നതെന്ന്.
അങ്ങനെ അടുത്ത മാസം പൂർണ്ണചന്ദ്രനുള്ള രാത്രിയാകുമ്പോൾ ന്യൂസ് റിപ്പോർട്ടിലെല്ലാം ഗ്രാമത്തിലെ ആരും പുറത്തിറങ്ങരുത്, രാത്രി കർഫ്യൂ ആണെന്നും പറഞ്ഞ് ന്യൂസ് വരും. പോലീസുകാർ ആരായാലും അവനെ വെടിവെച്ച് കൊല്ലണമെന്ന് ഉറച്ച തീരുമാനമെടുത്ത് കൊലപാതകി വൂൾഫ് ആയാലും മനുഷ്യനായാലും സ്പോട്ടിൽ തന്നെ വെടിവെച്ച് കൊല്ലാൻ തീരുമാനിച്ച് അവർ ഗണ്ണുമെടുത്ത് പോകാനായി ഒരുങ്ങുകയാണ്. എന്നാൽ ഇതേ സമയം ജോണിൻ്റെ മകൾ ഓറൻ, അച്ഛൻ വീട്ടിലില്ല, അതുകൊണ്ട് ഞാൻ നിൻ്റെ അടുത്തേക്ക് വരാം, കർഫ്യൂ ആയതുകൊണ്ട് പുറത്താരും വരില്ല എന്നും പറഞ്ഞ് അവളുടെ ബോയ് ഫ്രണ്ടിനെ കാണാനായി അവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കാറിൽ പ്രേമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ വെയർവുൾഫ് അങ്ങോട്ടേക്ക് വരുന്നത്. അലർട്ട് കിട്ടുന്നതാകട്ടെ ജോണിനും. ജോൺ ആ അലർട്ട് കിട്ടിയ സ്ഥലത്തേക്ക് തൻ്റെ കാറും എടുത്ത് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴാണ് വെയർവുൾഫ് അവിടെ ഒരാളെ കൊല്ലാനായി നിൽക്കുന്നത്. ജോൺ വെടിവെക്കുമ്പോൾ കിതച്ച് വെയർവുൾഫ് അവിടെ നിന്ന് ഓടി ഒളിക്കും. എന്നാൽ അപ്പോഴാണ് ജോൺ തിരിഞ്ഞു നോക്കുന്നത് അവിടെ ഉണ്ടായിരുന്നത് തൻ്റെ മകളാണ് എന്ന്. രണ്ടവന്മാരോടെ അഴിഞ്ഞാടാനാണാടി നിന്നെ ഞാൻ ഈ രാത്രി വീട്ടിലിരുത്തിയിട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ, അച്ഛൻ എപ്പോഴാണ് എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളത്, ഞാൻ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു, അച്ഛൻ എപ്പോഴും അച്ഛൻ്റെ ഡ്യൂട്ടി മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. എന്നാൽ അവിടെ നിന്ന് പുറത്തേക്ക് പോയ വെയർവുൾഫ് അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാരനെ കൊന്ന് ഒരു കുട്ടയ്ക്കുള്ളിലാക്കി വെക്കും. തിരികെ തൻ്റെ മോളുടെ അടുത്തേക്ക് വരുന്ന ജോണിന് മനസ്സിലാകും ഇതൊന്നും മോളുടെ കുറ്റമല്ല, അവളെ ഞാൻ കൃത്യമായി നോക്കാത്തത് കൊണ്ടാണ് അവളുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ പറ്റിയത്, അച്ഛനെന്ന രീതിയിൽ ഞാനൊരു ഫെയിലിയർ ആണെന്ന് ജോണിന് തോന്നും. ഇതൊന്നും തന്നെ താങ്ങാനാവാതെ ജോൺ തിരികെ വീട്ടിലേക്ക് വന്ന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന മദ്യമെല്ലാം എടുത്ത് കുടിക്കാൻ തുടങ്ങും. അപ്പോഴേക്കും ഒരു പോലീസുകാരി അങ്ങോട്ടേക്ക് വന്ന്, ജോൺ നീ ഇങ്ങനെ കുടിച്ച് നശിക്കരുത്, നീ ഇങ്ങനെ കുടിച്ചാൽ ചത്തുപോകുമെന്ന്. അച്ഛൻ ഇങ്ങനെ കുടിച്ച് നശിക്കുന്നത് കണ്ട് ജോണിൻ്റെ മകൾക്കും സഹിക്കാൻ കഴിഞ്ഞില്ല. അച്ഛൻ മദ്യപാനമൊക്കെ നിർത്തി ഒന്ന് നന്നാവൂ എന്ന് ജോണിനോട് പറയും. എന്നാൽ അടുത്ത ദിവസം സ്റ്റെഫി പറയും, ഈ കൊലപാതകങ്ങളൊന്നും ചെയ്തത് ബെയർവുൾഫ് അല്ല, ഒരു ഡ്രഗ് അഡിക്റ്റ് ആണ്, അവനെ നമ്മൾ ഇന്നലെ വെടിവെച്ച് കൊന്നുവെന്ന്. എന്നാൽ ജോണിന് അവനെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇവനല്ല കൊലപാതകിയെന്ന്. എന്നാൽ ജോൺ സ്റ്റെഫിയോട് പറയും ആ വെയർവുൾഫിൻ്റെ രൂപത്തിൽ വന്നത് അവനല്ല, കാരണം നല്ല ഉയരമുള്ള ഒരാളാണ് ആ രൂപത്തിൽ വന്നത്, ഞാൻ കണ്ടതാണല്ലോ എന്ന് പറയും. നിനക്കതൊക്കെ തോന്നുന്നതാണ്, നീ ആദ്യം നിൻ്റെ മദ്യപാനം നിർത്തുമെന്ന് അവൾ അവനെ ഉപദേശിക്കും. അടുത്ത ദിവസം രാവിലെ തന്നെ തൻ്റെ മദ്യപാനം നിർത്താനായി ജോൺ വീണ്ടും ഡി അഡിക്ഷനിൽ വന്ന് ചേരും. അങ്ങനെ അടുത്ത ദിവസം ഓഫീസിലേക്ക് വരുന്ന ജോൺ ആ കൊലപാതക കേസ് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. കാരണം ആ കൊലപാതകി മരിച്ചിരിക്കുന്നു. ആളുകളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത അവരുടെ വസ്തുക്കളൊക്കെ കൊടുക്കാനായി ഓരോരുത്തരുടെയും വീട്ടിലേക്ക് പോവുകയാണ് ജോൺ. അങ്ങനെ രാത്രി വൈകി ഒരു വീട്ടിലെത്തുമ്പോൾ ആ വീട്ടിലുണ്ടായിരുന്ന ആൾ വളരെ കുനിഞ്ഞ് സാവധാനം വരും. ഇതിലൊന്ന് ഒപ്പിടാമോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ വീടിനുള്ളിലേക്ക് കയറിപ്പോകും. ജോൺ അകത്തേക്ക് ചെല്ലുമ്പോൾ അയാൾ അവിടെ ഒരു കപ്പിൽ മദ്യവുമായി ഇരിക്കുകയാണ്. ഇതിലൊന്ന് സൈൻ ചെയ്യാമോ എന്ന് പറയുമ്പോൾ അതെ, അതിനെന്താ, ഞാൻ സൈൻ ചെയ്ത് തരാമല്ലോ എന്ന് പറയും. അങ്ങനെ ജോണും അയാളും കൂടി കുറച്ചു നേരം അവിടെ ഇരുന്ന് സംസാരിക്കും. അയാളുടെ ഭാര്യയെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയും ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന്. ജോണിനോട് അയാൾ ചോദിക്കും നിൻ്റെ മോളുടെ കാര്യമൊക്കെ എന്തൊക്കെ ആയി, അവൾക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ അയാളോട് സംസാരിച്ച് പുറത്തിറങ്ങുമ്പോഴാണ് ജോൺ ആലോചിക്കുന്നത് ഇയാൾക്ക് എങ്ങനെയാണ് എൻ്റെ മകളെ പറ്റി അറിയാവുന്നതെന്ന്. ജോൺ വീണ്ടും അയാളുടെ കതക് തട്ടും. അയാൾ വീണ്ടും കുനിഞ്ഞു താഴേക്ക് വരും. ജോൺ അയാളോട് ചോദിക്കും നീ ഒന്ന് എണീച്ച് നിന്നേന്ന്. അവൻ എണീച്ച് നിൽക്കുമ്പോൾ അന്ന് കണ്ട ആ വെയർവുൾഫിൻ്റെ അത്രയധികം ഉയരമുണ്ടായിരുന്നു അവന്. ഉടനെ തന്നെ അവൻ ആ കഥ അടയ്ക്കും. ഒരു പക്ഷേ ഇവനായിരിക്കാം താൻ അന്വേഷിച്ച കില്ലറെന്ന് കരുതിയ ജോൺ ഉടനെ തന്നെ തൻ്റെ ബാക്കിയുള്ള പോലീസുകാരോട് അങ്ങോട്ടേക്ക് ബാക്കപ്പിനായി വരാൻ പറയും. പിന്നെ ഒന്നും ആലോചിക്കാൻ നിൽക്കാതെ ജോൺ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണും എടുത്ത് ആ വീടിനുള്ളിലേക്ക് കയറുമ്പോഴാണ് ആ വീടിനുള്ളിൽ വെയർവുൾഫിൻ്റെ മാസ്കുകളും ആളുകളെ കൊല്ലുന്ന കത്തിയും അവൻ കാണുന്നത്. ഇതാണ് താൻ അന്വേഷിച്ച് വന്ന കൊലപാതകിയെന്ന് അവൻ അപ്പോൾ തന്നെ മനസ്സിലാക്കും. പെട്ടെന്ന് ആ കില്ലർ അവിടെ ഉണ്ടായിരുന്ന കത്തിയെടുത്ത് ജോണിനെ കുത്തും. എന്നാൽ ഇതേ സമയം ബാക്കപ്പിനായി പോലീസുകാർ അങ്ങോട്ടേക്ക് വന്നുവെന്ന് മനസ്സിലാക്കിയ കില്ലർ ജോണിനെ കുത്തിയ ശേഷം അവിടെ നിന്ന് ഓടി അടുത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് ഓടും. എന്നാൽ ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്ത ജോൺ അവൻ്റെ പിന്നാലെ പോയി അവനെ വെടിവെക്കുകയാണ് ചെയ്യുന്നത്. ഇവൻ ഇനി ജീവിച്ചിരിക്കാൻ അർഹതയില്ലെന്ന് മനസ്സിലാക്കിയ ജോൺ തൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്കിലുള്ള എല്ലാ ബുള്ളറ്റും അവൻ്റെ തലയിലേക്ക് വെടിവെച്ച് കയറ്റും. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു പോകും. ആ സീരിയൽ കില്ലർ മരിച്ചതോടുകൂടി ആ ഗ്രാമം വീണ്ടും സമാധാനത്തിലേക്ക് മടങ്ങി വരും. ജോൺ ഇപ്പോൾ തൻ്റെ മകളോടൊപ്പം സമാധാനത്തോടെയാണ് ജീവിക്കുന്നത്. മദ്യപാനമൊക്കെ നിർത്തി ജോൺ ഇപ്പോൾ തൻ്റെ മകൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. ജോൺ ഇപ്പോൾ നല്ലൊരു അച്ഛനായി മാറിയിരിക്കുകയാണ്. ഈ ഒരു സീനോട് കൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. ഈ കഥ ഇഷ്ടമായെങ്കിൽ എൻ്റെ എല്ലാ കൂട്ടുകാരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.